ഹായ് ബിഗ് ബോസ് സീസൺ 7-ൽ ഇപ്പോൾ ഹോട്ടൽ ടാസ്ക് ആണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹോട്ടൽ ടാസ്ക് ഗംഭീരമാണ് എന്ന് നമ്മൾക്കറിയാം. പല സീസണുകളിലും ഗംഭീരമായിട്ടാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. എടുത്തു പറയേണ്ടത് സീസൺ 4-ലെ ആ ഹോട്ടൽ ടാസ്ക് തന്നെയാണ്. ഗംഭീരമായിട്ടാണ് സീസൺ 4-ൽ അതുണ്ടായിരുന്നത്. ഇപ്പോൾ വീണ്ടും സീസൺ 7-ൽ ഹോട്ടൽ ടാസ്ക്. ഇവിടെ ഗസ്റ്റായി വരുന്നത് ആദ്യ സീസണിലുണ്ടായിരുന്ന ഷിയാസ് കരീമാണ്. മറ്റൊന്ന് 5-ാം സീസണിലുണ്ടായിരുന്ന ശോഭയാണ്. ഇവർ രണ്ടും ഗസ്റ്റായി ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നു. അതിനുശേഷം എല്ലാവരെയും സ്വയം പരിചയപ്പെടുത്തുന്നു. പിന്നീട് ഹോട്ടൽ മാനേജറായിട്ടുള്ള ലക്ഷ്മി അവരെ വെൽക്കം ചെയ്യുന്നു. അപ്പോൾ ലക്ഷ്മിക്ക് നല്ലൊരു പണി ശോഭ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് എല്ലാവരും കേൾക്കെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ശോഭ ലക്ഷ്മിയെ എടുത്തിട്ടുടുത്തു, അല്ലെങ്കിൽ നാറ്റിച്ചു കളഞ്ഞു എന്ന് വേണം പറയാൻ. ലക്ഷ്മിയുടെ അടുത്ത് വരുമ്പോൾ ശോഭ തുമ്മുന്നത് പോലെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ശോഭ പറയുന്നുണ്ട് ലക്ഷ്മിയോടായിട്ട്, നിങ്ങളൊന്ന് കുളിച്ചിട്ട് വരൂ, നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ തുമ്മുന്നു, വൃത്തിയില്ല, സ്മെല്ല് വരുന്നു, നിങ്ങളൊന്ന് കുളിച്ച് ശുദ്ധിയായിട്ട് വരൂ എന്ന് പറഞ്ഞ് ശോഭ ലക്ഷ്മിയെ കുളിക്കാനായി അയക്കുന്നു. ഇതെന്തുകൊണ്ടാണ് പറഞ്ഞത് എന്ന് കൃത്യമായി അവിടെയുള്ള കണ്ടസ്റ്റൻസിനും മനസ്സിലായി, നമ്മൾ പ്രേക്ഷകർക്കും മനസ്സിലായി. അതായത് ശോഭ പറയുന്നത് ഈ പറയുന്ന ലക്ഷ്മിയുടെ മനസ്സിലെ അശുദ്ധി മാറ്റിയിട്ട് വരൂ, നിങ്ങൾ കുളിച്ച് ഫ്രഷായി നല്ല രീതിയിൽ വരൂ എന്നുള്ളത് തന്നെയാണ്. അതായത് ലക്ഷ്മിയുടെ മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് ലക്ഷ്മിയുടെ സ്വഭാവം എന്താണ് എന്ന് നമ്മൾക്കറിയാം, നമ്മൾ കണ്ടതുമാണ്. അതൊക്കെ ഒന്ന് ശുദ്ധിയാക്കി വൃത്തിയാക്കിയിട്ട് വരാനാണ് ശോഭ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ആ കാര്യത്തിൽ ശോഭയോടൊപ്പമാണ് നിൽക്കുന്നത്. ശോഭ പറഞ്ഞ കാര്യം കൃത്യമാണ്. കൃത്യമായി പോയിന്റ് ചെയ്ത് തന്നെ ലക്ഷ്മിയെ കുത്തേണ്ട സ്ഥലത്ത് കുത്തിയിരിക്കുന്നു. ലക്ഷ്മിക്ക് അത് കൊള്ളുകയും ചെയ്തു, അത് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു. ഇതാണ് ഗെയിം, ഇതാണ് കളി. വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും ഈ പറഞ്ഞ ഷിയാസ് കരീമിനും ശോഭയ്ക്കും വരുത്താൻ പറ്റില്ല എന്ന് നമ്മൾക്കറിയാം. പക്ഷേ ഈ ഒരു കുത്ത് അതെനിക്ക് ഇഷ്ടമായി, ഗംഭീരമായി. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.